പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആനിലെ മഹത്തമാക്കപ്പെട്ട വചനങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ചയുടെ തുടക്കമെന്നോണം ഖുർആനിലെ പ്രാരംഭ സൂക്തമായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിനെ കുറിച്ച് ഒന്നിരായ സുഹൃത്ത് ബഹുമാനപ്പെട്ട സുലൈമാൻ മുസ്ലിയാർ മൈസൂർ ഇന്നലെ വളരെ ഗഹനമായ ഒരു ചർച്ച നടത്തുകയുണ്ടായി. പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം മുസ്ലിമായി ജനിക്കുകയും മുസ്ലിമായി ജീവിക്കുകയും ചെയ്യാൻ വിധിക്കപ്പെട്ട ഏതൊരാൾക്കും പ്രധാനമായും അവന്റെ ജീവിതം നിയന്ത്രിക്കുന്നത്, അവന്റെ ശൈലികൾ രൂപപ്പെടുത്തുന്നത്, അവന്റെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധ ഖുർആനാണ്. ഖുർആനെ ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം മുസ്ലിം സമൂഹത്തിന് ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ് വസ്തുത. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നാം എങ്ങനെ പെരുമാറണം, എങ്ങനെ ജീവിക്കണം, ആരോടെല്ലാം ഏതൊക്കെ രീതിയിൽ സഹവർത്തിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായ രീതിയിലുള്ള മുന്നറിയിപ്പുകൾ പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ കൽപ്പനകൾ അംഗീകരിക്കുകയും ഖുർആനിനെ ആദരിക്കുകയും ഖുർആൻ എന്ത് നമ്മോട് കൽപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, ഒരിക്കലും ഒഴിച്ചുകൂടാൻ കഴിയാത്തൊരു സംഗതിയാണ്. ഖുർആനിലെ പല ആയത്തുകളും സൂറത്തുകളും പരിശോധിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ പ്രത്യേകം പരാമർശ വിധേയമായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഖുർആനിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തുകളുണ്ട് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നു. ചില ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഫീഹി ശിഫാഉൻ ലിന്നാസ്. ഈ ആയത്ത് ഓതിയാൽ എല്ലാ രോഗങ്ങൾക്കുമുള്ള ശിഫ ഇതിലുണ്ട്. അതുപോലെ തന്നെ സിഹിർ സംഭവിച്ചാൽ, മാരകമായ അസുഖങ്ങൾ സംഭവിച്ചാൽ എന്ത് ചെയ്യണം, ഏത് സൂറത്തോതണം, ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്താണ് ഒരു മുഅ്മിൻ ചെല്ലേണ്ടത്, ഏത് സൂറത്തോതിയിട്ടാണ് ഉറങ്ങാൻ കിടക്കേണ്ടത്, മരണമാസന്നമായ ആളുടെ അടുക്കൽ ചെന്നുകൊണ്ട് ഏത് സൂറത്തോതി കൊടുക്കണമെന്നൊക്കെ വളരെ വ്യക്തമായി അല്ലാഹുവിന്റെ റസൂൽ ഈ സമൂഹത്തെ ബോധിപ്പിച്ചിട്ടുണ്ട്. ഇത്തരം അല്ലാഹുവിന്റെ റസൂലിന്റെ പരാമർശങ്ങൾക്ക് വിധേയമായ ചില ആയത്തുകളെ കുറിച്ച്, പ്രത്യേകം പരാമർശ വിധേയമായ ചില ആയത്തുകളെ കുറിച്ചുള്ള ചർച്ചയാണ് ഈ സെഷനിലൂടെ നാം നടത്തുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്നലെ പരിശുദ്ധ ഖുർആനിലെ പ്രഥമ ആയത്തായ ബിസ്മിയെ കുറിച്ച് നാം ചർച്ച ചെയ്തു. ഇന്ന് ഖുർആനിലെ ആദ്യത്തെ സൂറത്താകുന്ന ഫാത്തിഹയെ കുറിച്ചുള്ള ചർച്ചയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, മറ്റേത് വിഷയത്തെക്കാളും മറ്റേത് സൂറത്തിനേക്കാളും മുഅ്മിനായ മനുഷ്യനോട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സൂറത്താണ് ഫാത്തിഹ എന്നുള്ളത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രായപൂർത്തിയെത്തിയ ഏതൊരാളോടും നിർബന്ധ ബാധ്യതയായി കൽപ്പിച്ച കാര്യമാണ് 5 നേരത്തെ ഫർള് നിസ്കാരം എന്നത്. 5 നേരത്തെ ഫർള് നിസ്കാരത്തിലും ഓരോ റക്അത്തിലും നിർബന്ധമായും ഫാത്തിഹ ഓതേണ്ടതുണ്ട് എന്നാണ് ശരീഅത്തിന്റെ കൽപ്പന. ശാഫിഈ മദ്ഹബ് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന നമ്മളൊക്കെ ഈ രീതിയിൽ പ്രവർത്തിക്കുകയും ഈ രീതിയിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ്. അല്ലാഹുവിന്റെ റസൂൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ സ്വലാത്ത ലിമൻ ലം യഖ്റഅ ഫാത്തിഹത്തുൽ കിതാബ്. ഫാത്തിഹ സൂറത്ത് ഓതാതെ നിസ്കരിച്ചാൽ അയാളുടെ നിസ്കാരം സഹീഹാവുകയില്ല എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമൂഹത്തെ ബോധിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിർബന്ധമായും ഫാത്തിഹ ഓരോ റക്അത്തിലും ഓതണമെന്നുള്ളത് കൊണ്ട് തന്നെ ദിവസവും 17 തവണ നിർബന്ധമായും ഫാത്തിഹ ഓതേണ്ടി വരുന്നു ഒരു മുഅ്മിനിന്. വളരെ ഗൗരവമല്ലേ ഈ വിഷയം? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് തന്നെ ഫാത്തിഹയുടെ മഹത്വം
ഫാത്തിഹയുടെ മഹത്വത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും ഫാത്തിഹ പഠിപ്പിക്കുകയും സമൂഹത്തെ ഫാത്തിഹയെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ബാധ്യതയാണ്. വളരെ നേരത്തെ തന്നെ KICR ഈ ഒരു ബാധ്യത ഏറ്റെടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ഇതിന്റെ തൊട്ടു മുമ്പുണ്ടായിരുന്ന ഒരു സെഷൻ ബഹുമാനപ്പെട്ട അബ്ദുൽ നാസറുദ്ദീൻ ഫൈസി ഉസ്താദിന്റെ തജ്വീദ് ക്ലാസ് വളരെ പഠനാർഹമായ രീതിയിൽ ഏതൊരാൾക്കും തന്റെ മുമ്പിൽ നേരിട്ടൊരു ഗുരു ഇരുന്ന് പഠിപ്പിച്ചു തരുന്നത് പോലെ ഏത് രീതിയിൽ വ്യക്തമായി കൊണ്ട് ഫാത്തിഹ ഓതാൻ കഴിയുമെന്നുള്ളത് ബഹുമാനപ്പെട്ട നാസറുദ്ദീൻ ഫൈസി ഉസ്താദിന്റെ തജ്വീദ് ക്ലാസ്സിലൂടെ ബഹുമാനപ്പെട്ടവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ വിജയകരമായ ഒരു തജ്വീദ് ക്ലാസ്സാണ്. അതിലൂടെയൊക്കെ നാം ഉദ്ദേശിക്കുന്നത് തെറ്റുകൂടാതെ ഫാത്തിഹ ഓതുക എന്നുള്ള ഉത്തമമായ ദൗത്യം, ആ ഒരു പൂർത്തീകരണം സമൂഹത്തിന്റെ മുമ്പിൽ എടുത്തുവെക്കുക എന്നുള്ളതാണ്. ഫാത്തിഹ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സൂറത്തുകളൊക്കെ പാരായണം ചെയ്യാൻ പഠിപ്പിക്കുന്നതിലൂടെയൊക്കെ നാം ചെയ്യുന്നത്. എന്റെ പ്രിയമുള്ളവരെ, കേരളീയ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഫാത്തിഹ ഓതാൻ അറിയാത്ത ഒരു കുഞ്ഞ് കേരളത്തിലെ കേരളീയ സമൂഹത്തിൽ ഒരു 10 വയസ്സ് തികഞ്ഞ ഏതൊരു കുഞ്ഞിനും വളരെ വൃത്തിയായ രീതിയിൽ ഖുർആൻ ഓതുവാനും പ്രത്യേകിച്ച് ഫാത്തിഹ ഓതുവാനും സാധിക്കുമെന്നുള്ളതാണ് കേരളത്തിലെ സാഹചര്യം. മറ്റൊരു നാടുകളിലും മറ്റൊരു സംസ്ഥാനങ്ങളിലും ഇല്ലാത്ത രീതിയിൽ ഫാത്തിഹയെയും ഖുർആൻ പാരായണത്തെയും പഠിപ്പിക്കുന്നതിൽ കേരളീയ സമൂഹത്തിന് ഇത്രമാത്രം മുന്നിൽ നടക്കാൻ കഴിഞ്ഞു എന്നുള്ളതിന്റെ ചാരിതാർത്ഥ്യം പൂർത്തീകരിച്ചത് കേരളത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സ്ഥാപിച്ച, അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം മുഴുവൻ സമർപ്പിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരോടുകൂടെ സുഖലോക സ്വർഗത്തിൽ നമ്മയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഫാത്തിഹയുടെ പ്രാധാന്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് ഫാത്തിഹ. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങളൊക്കെ ഫാത്തിഹയ്ക്ക് പല അർത്ഥങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ ഫാത്തിഹയ്ക്ക് ഉമ്മുൽ കിതാബ് എന്നൊരർത്ഥം പറയുന്നുണ്ട്. ഉമ്മുൽ കിതാബ്, ഖുർആനിൽ ഏറ്റവും പരിഗണിക്കപ്പെടേണ്ടുന്ന സൂറത്ത് എന്നാണ് ഉമ്മുൽ കിതാബിന്റെ വിവക്ഷ എന്ന് മുഫസ്സിരീങ്ങളൊക്കെ വ്യാഖ്യാനിക്കുന്നത് കാണാം. അതുപോലെ തന്നെ സൂറത്തുൽ വാഫിയ, സൂറത്തുൽ കാഫിയ, സൂറത്തുൽ ഷിഫ, സൂറത്തു തഅലീമിൽ മസ്അല, സൂറത്തുൽ ഇൽമ്, സൂറത്തുൽ ദുആ, ഇങ്ങനെ ഒരുപാട് പേരുകളിൽ സൂറത്തുൽ ഫാത്തിഹയെ അറിയപ്പെട്ടതായിട്ട് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, സൂറത്തുൽ ഫാത്തിഹയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹുവിന്റെ റസൂൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമായിട്ടാണ് സൂറത്തുൽ ഫാത്തിഹയെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂലിന് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് സൂറത്തുൽ ഫാത്തിഹ എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് ഉത്ബോധിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, സൂറത്തുൽ ഹിജ്റിലെ 87-ാമത്തെ ആയത്ത് വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനിൽ അളീം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറയുകയാണ്, നബിയെ, നിങ്ങൾക്ക് 7 പ്രധാന ആയത്തുകൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട സൂറത്തുൽ ഫാത്തിഹയെ നാം നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യ നബിയോട് പറയുന്നു, സൂറത്തുൽ ഫാത്തിഹയെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഈ ഒരു ആയത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വം എത്രമാത്രം മഹത്വപ്പെട്ടതായിരിക്കും അത്. അല്ലാഹു പറയാൻ, നിങ്ങൾക്ക് ഞാൻ സൂറത്തുൽ ഫാത്തിഹയെ നൽകിയിട്ടുണ്ട്, സബ്ഉൻ മിനൽ മസാനിയെ നൽകിയിട്ടുണ്ട്. സബ്ഉൻ മിനൽ മസാനി എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റൊരു പേരാണ്. സബ്ഉൻ മിനൽ മസാനിയെ നാം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വം. ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം
ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ, ഒട്ടുമിക്ക മുഫസ്സിരീങ്ങളും വിശദീകരിക്കുന്നതായി കാണാം. ബഹുമാനപ്പെട്ട തഫ്സീർ റൂഹുൽ ബയാൻ അടക്കമുള്ള പല തഫ്സീറിന്റെ കിതാബുകളിലും വളരെ വ്യക്തമായി കൊണ്ട് ഈ ആയത്ത് ഇറങ്ങാനുള്ള ഒരു പശ്ചാത്തലം വിവരിക്കുന്നുണ്ട്. നാം എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കേണ്ടതും ഫാത്തിഹയുടെ മഹത്വത്തെക്കുറിച്ച് ഈ ഒരു പശ്ചാത്തലം മനസ്സിലാക്കിയാൽ തന്നെ വളരെയധികം ഫാത്തിഹയുടെ മഹത്വത്തെക്കുറിച്ച് തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം. എന്റെ പ്രിയമുള്ളവരെ, ഈ ആയത്തിറങ്ങാനുണ്ടായ സാഹചര്യം ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ അനുചരന്മാരും കൂടിയിരുന്ന് ദുന്യവിയായ കാര്യങ്ങളെക്കുറിച്ചും ദുന്യാവിനെ വർജിക്കുകയും ദുന്യാവിലെ ക്ലേശകരമായ അവസ്ഥകൾ അനുഭവിച്ചാൽ മുഅ്മിനീങ്ങൾക്ക് ആഖിറത്തിൽ നിന്ന് ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങളും ദുന്യാവിന്റെ പരിമിതികളെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ, ചുരുക്കത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അനുചരന്മാരോട് ദുന്യാവിന്റെ പരിമിതികളെക്കുറിച്ചും ആഖിറത്തിൽ ദുന്യാവിൽ നാം സഹിക്കുന്ന ത്യാഗങ്ങൾക്കുള്ള പ്രതിഫലത്തെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി നസീഹത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മക്കയിൽ വെച്ചാണ് സംഭവം. അപ്പൊ പുറത്ത് നിന്ന് കുറച്ച് അകലെ നിന്നുകൊണ്ടൊരു വലിയ ശബ്ദം കേട്ടു. ശബ്ദമെന്ന് പറഞ്ഞാൽ ആഹ്ലാദത്തിന്റെയും ആനന്ദത്തിന്റെയും ചിരിയുടെയും ഉല്ലാസത്തിന്റെയും ഒക്കെ ഒരു പ്രതീകമായ ചില ശബ്ദങ്ങൾ കേൾക്കാനിടയായി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, എന്താണ് അവിടെ വല്ലാത്ത ആഹ്ലാദത്തിന്റെയും സന്തോഷത്തിന്റെയും ഒക്കെ ചിരികളും ആനന്ദങ്ങളും ഒക്കെ കാണുന്നുണ്ടല്ലോ, നമുക്കൊന്ന് പോയി നോക്കാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അനുചരന്മാരെയും കൂട്ടിയിട്ട് പുറത്തിറങ്ങി നോക്കി. പുറത്തിറങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂലും അവിടുത്തെ അനുചരന്മാരും കാണുന്ന കാഴ്ച, അബൂജഹൽ 7 ഒട്ടക സംഘങ്ങളുമായിട്ട് ഷാമിൽ നിന്ന് ഒരുപാട് ചരക്കുകളും ഒരുപാട് മുതലുകളും അതുപോലെ തന്നെ വിലപിടിപ്പുള്ള ഒരുപാട് വസ്തുക്കളുമായിട്ട് മക്കയിലേക്ക് കടന്നു വന്നപ്പോ അതിന്റെ ആഹ്ലാദത്താൽ കുഫാറുകൾ ചിരിക്കുന്ന ശബ്ദമാണ് കേട്ടത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. പ്രിയമുള്ളവരെ, ഷാമിൽ നിന്ന് കാഫിരീങ്ങളായ ആളുകൾക്ക് ഭക്ഷണം എത്തിക്കുക, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും തിരുദൂതരുടെ അനുചരന്മാരെയും വിഷമിപ്പിക്കുന്ന രീതിയിൽ അവർക്ക് ബഹിഷ്കരണം ഏർപ്പെടുത്തിക്കൊണ്ട് കുഫാറുകൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും വിലപിടിപ്പുള്ള സാധനങ്ങളും സാമഗ്രികളും ഒക്കെ നൽകാൻ വേണ്ടിയിട്ട് അബൂജഹൽ ഷാമിൽ നിന്ന് 7 ഒട്ടക സംഘത്തെ മക്കയിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ്. ഇതിന്റെ സന്തോഷമാണ് മക്കക്കാർക്ക്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ വല്ലാത്ത വേദനയായി. കാരണം അവിടുത്തെ അനുചരന്മാരും പുന്നാര നബിയും ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായിരുന്നു, ഒന്നും കഴിക്കാനില്ല, ഭക്ഷണം കഴിക്കാനില്ല. മക്കക്കാരെല്ലാം പുണ്യനബിയെ ബഹിഷ്കരിച്ചിരിക്കുകയാണ്, അവിടുത്തെ അനുചരന്മാരെ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. വേണ്ടുവോളം ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കുഫാറുകൾ ആഹ്ലാദിക്കുന്നതും അവർക്ക് വേണ്ടുവോളം ഭക്ഷണവും അതുപോലെ തന്നെ സമ്പത്തും ലഭിച്ചപ്പോഴൊക്കെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്തൊരു വേവലാതി. എനിക്കും എന്റെ അനുചരന്മാർക്കും ഒന്നും ലഭിച്ചില്ലല്ലോ. അല്ലാഹുവാണല്ലോ എല്ലാം നൽകുന്നവൻ, സമ്പത്ത് മുഴുവൻ നൽകുന്നത് അല്ലാഹുവാണ്. അല്ലാഹുവിനെ അംഗീകരിച്ചുകൊണ്ടും അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്തുകൊണ്ടും ജീവിക്കുന്ന ഞങ്ങൾക്കൊന്നും ലഭിച്ചില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിൽ അത്തരം ഒരു ചിന്ത വന്നു. ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്നല്ലാഹ തആല അഅതൽ കുഫാറ മാലൻ കസീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല കുഫാറിന് ഒരുപാട് സമ്പത്ത് നൽകി. വലം യുഅതിനാ അക്ലതൻ, ഞങ്ങൾക്കൊന്നും നൽകിയില്ലല്ലോ, ഞങ്ങൾക്ക് ഒന്നും കഴിക്കാൻ ഒരു ഭക്ഷണം പോലും വേണ്ടുവോളം ഭക്ഷിക്കാൻ ഒന്നും നൽകുക പോലും ചെയ്തില്ലല്ലോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിൽ അത്തരം ഒരു ചിന്ത ഇങ്ങനെ വരാൻ തുടങ്ങി. ഉടനെ തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ബഹുമാനപ്പെട്ട മലക്കുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നു.
എന്നിട്ട് അവിടുന്ന് പുണ്യനബിയോട് പറഞ്ഞു, യാ മുഹമ്മദ് ഇന്നല്ലാഹ തബാറക വതആല യഖൂലു ലക് വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് പുന്നാര നബിയോട് പറയാണ്, യാ മുഹമ്മദ്, മുഹമ്മദേ, ഇന്നല്ലാഹ സുബ്ഹാനഹു വതആല ആതൈനാക വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി. അല്ലാഹു നിങ്ങളോട് പറയാൻ വേണ്ടി എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് സബ്ഉൻ മിനൽ മസാനിയെ നൽകിയിട്ടുണ്ട് എന്ന് പറയാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. യഅനി അൽ ഫാത്തിഹ, ഫാത്തിഹ സൂറത്തിന് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഹറമല്ലാഹു അലാ ഖാരിഇഹാ സബ്അത അബ്വാബി ജഹന്നം. ആ ഫാത്തിഹത്തുൽ കിതാബിനെ ആരെങ്കിലും ഓതുകയാണെങ്കിൽ ഹറമല്ലാഹു അലാ ഖാരിഇഹാ, അതിനെ ഓതുന്നവന്റെ മേൽ അല്ലാഹു ഹറാമായിരിക്കുന്നു സബ്അത അബ്വാബി ജഹന്നം, നരകത്തിലെ 7 വാതിലുകൾ. മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട് നരകത്തിന് 7 വാതിലുകളാണുള്ളത് എന്ന്. 7 വാതിലുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന് സംവിധാനിച്ചിട്ടുള്ളത്. ഈ 7 വാതിലുകളെയും പരിശുദ്ധമായ ഫാത്തിഹ ഓതുന്ന ആളുടെ മേൽ കൊട്ടിയടക്കപ്പെട്ടിരിക്കുന്നു എന്ന് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ശേഷം ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു തആല പറഞ്ഞതായി വിശദീകരിക്കുന്നു, വഹിയ ശിഫാഉം മിൻ കുല്ലി ദാ. ഈ സൂറത്തുൽ ഫാത്തിഹയുണ്ടല്ലോ, വഹിയ ശിഫാഉം മിൻ കുല്ലി ദാ, എല്ലാ രോഗത്തിൽ നിന്നുമുള്ള ശമനവുമാണത്. ഇല്ലൽ മൗത്ത്, മരണമല്ലാത്ത എല്ലാ രോഗത്തിനുമുള്ള ശമനമാണ്, ചികിത്സയാണ് ഫാത്തിഹ. വലൈസ ഫിൽ കിതാബി സൂറത്തുൻ അഫ്ളലു മിൻഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ പരിശുദ്ധ ഖുർആനിൽ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു സൂറത്തില്ല നബിയെ. മാത്രമല്ല വറന്ന ഇബ്ലീസുൻ ബിസബബിഹാ റന്നതൻ, ഈ ഫാത്തിഹത്തുൽ കിതാബ് എന്ന ഫാത്തിഹ സൂറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പുന്നാര നബിയുടെ മേൽ അവതരിപ്പിച്ചു കൊടുത്തപ്പോ ഇബ്ലീസ് അട്ടഹസിച്ചു കരഞ്ഞു പോയത്രേ. അങ്ങനെ കരഞ്ഞപ്പോ ഇജ്തിമാഅത്തിൽ അബാലിസത്തു, ഇബ്ലീസന്മാരൊക്കെ ഒരുമിച്ചുകൂടി, ഇബ്ലീസന്മാരൊക്കെ നേതാവായ ഇബ്ലീസിന്റെ അടുക്കൽ ഒരുമിച്ച് കൂടിയിട്ട് ചോദിച്ചു, ഖാലു മാലക യാ സയ്യിദന, എന്തേ നേതാവേ, എന്തേ പറ്റിയത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്, എന്താണ് അട്ടഹസിച്ചതിന്റെ കാരണം? യാ അമീറന, ഞങ്ങളുടെ നേതാവേ, എന്തിനാണ് നിങ്ങൾ അട്ടഹസിക്കുന്നത്? ഫഖാല ലഹും, അപ്പോൾ ഇബ്ലീസ് അവരോട് പറഞ്ഞു, ഇൽമു അന്നൽ യൗമ ഖദ് നസലത് സൂറത്തുൻ അലാ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഉമ്മത്തിന്റെ മേൽ ഒരു സൂറത്ത് ഇറങ്ങിയിട്ടുണ്ട്. ആരാ പറയുന്നത്? ഇബ്ലീസ് കുട്ടിശൈത്താന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ്. മൂത്ത ഇബ്ലീസ് പറഞ്ഞു കൊടുക്കുന്നു, ചെറിയ ഇബ്ലീസുമാരോട് പറഞ്ഞു കൊടുക്കുന്നു, ഇന്ന ഖദ് നസലത് സൂറത്തുൻ അലാ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ മേൽ ഇന്നേ ദിവസം ഒരു സൂറത്ത് ഇറങ്ങിയിട്ടുണ്ട്. മൻ ഖറഅഹാ ദഖലൽ ജന്ന, ആരെങ്കിലും ആ സൂറത്ത് ഓതുകയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ബിലാ ഹിസാബിൻ, ഒരു വിചാരണയും കൂടാതെ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. മാത്രമല്ല വലാ അദാബിൻ, ഒരു അദാബുമില്ലാതെ, ഖബറിലെ ശിക്ഷയൊന്നുമില്ലാതെ, ചോദ്യം ചെയ്ത് ഇടങ്ങറാക്കാതെ ഈ സൂറത്ത് ഓതുന്ന ആളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. വ അൻതും ലാ തുതീഖൂന മഅ ഖാരിഇഹാ, നിങ്ങൾക്ക് ഇത് ഓതുന്ന ആളുകളെ പിഴപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല. അല്ലാഹു ഇബ്ലീസ്, വലിയ ഇബ്ലീസ് ചെറിയ ഇബ്ലീസന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുവാൻ വേണ്ടി ഈ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുന്നു, فهذا الذي أعطيته خير أم هذه السبع الكوافل. അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് തന്ന ഈ 7 ആയത്തുകൾ അടങ്ങിയ ഈ സൂറത്തുൽ ഫാത്തിഹയാണോ നിങ്ങൾക്ക് ഖൈറുള്ളത്?
സബ്ഉൽ കവാഫിലി, അതല്ല കുഫാറുകൾക്ക് ഞാൻ കൊടുത്തതായ ആ 7 കാഫില, ആ 7 യാത്രാ സംഘമാണോ നിങ്ങൾക്ക് വേണ്ടത്? ഉടനെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വൽ ഹാദിഹി യാ ജിബ്രീൽ, ജിബ്രീലേ ആ കാഫിലകളൊന്നും ഞങ്ങൾക്ക് വേണ്ട, ആഖിറം മാത്രം മതി ഞങ്ങൾക്ക്. ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷ നൽകുന്ന ആ സൂറത്തുൽ ഫാത്തിഹയിലെ 7 ആയത്തുകൾ മതി ഞങ്ങൾക്ക്. ബൽ ഹാദിഹി യാ ജിബ്രീൽ. ഉടനെ തന്നെ ഫഖാല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വീണ്ടും അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ മുഹമ്മദ് അതസ്തബ്ദിലു സബ്അതക ബിസബ്അതിഹിം, ഈ 7 കാഫിരീങ്ങൾക്ക് കൊടുത്തിട്ട്, ഈ 7 ആയത്തിനെ കാഫിരീങ്ങൾക്ക് കൊടുത്തിട്ട് അവർക്ക് കാഫിരീങ്ങൾക്ക് നൽകിയിട്ടുള്ള 7 കവാഫിലിനെ നിങ്ങൾക്ക് തിരിച്ചു തന്നാലോ പുന്നാര നബിയെ? എടുത്തപാട് ഉടനെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ലാ യാ ജിബ്രീൽ, ജിബ്രീലേ വേണ്ട ജിബ്രീലേ. ഉടനെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഫഅരിഫ് ഹുർമത മാ അഅതൈതക റബ്ബുക, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബ് നൽകിയ ഈ മഹത്തായ വചനങ്ങളുടെ ശ്രേഷ്ഠത നിങ്ങൾ മനസ്സിലാക്കൂ പുണ്യനബിയെ എന്ന്. ഇത് കേട്ടപ്പോ സഹാബത്തിനും സന്തോഷമായി, പുന്നാര നബിക്കും സന്തോഷമായി. അവർ ആഖിറത്തിലേക്കുള്ള മുതൽക്കൂട്ടായ ഈ ഫാത്തിഹ കൊണ്ട് തൃപ്തിപ്പെട്ടുവെന്നാണ് ചരിത്രം. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, പ്രിയമുള്ളവരെ, വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി, അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ കോളായിട്ട് റസൂലുള്ളാഹിനോട് പറയാണ്, വലിയൊരു സംഭവമായിട്ട് പറയാണ്, നിങ്ങൾക്ക് നബിയെ നമ്മള് സബ്ഉൻ മിനൽ മസാനിയെ, ഫാത്തിഹത്തുൽ കിതാബിനെ, ഫാത്തിഹ സൂറത്തിനെ നൽകിയില്ലേ? അള്ളാഹു ഇങ്ങനെ വലിയൊരു അമ്രും മുഹിമ്മായിട്ട്, ഒരു പ്രധാന കാര്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഫാത്തിഹ ചെറുതാവാൻ പറ്റില്ലല്ലോ. ഈ മഹത്തായ സംഭവത്തിൽ നിന്ന്, ഈ പശ്ചാത്തലത്തിൽ നിന്ന്, ഈ ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന പല കാര്യങ്ങളുണ്ട്. ഈ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുന്നു, ഫാത്തിഹ ഓതുന്ന ആളുടെ മുമ്പിൽ നരകത്തിന്റെ 7 കവാടങ്ങളും അടക്കപ്പെടും. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണം, ഫാത്തിഹയെ കുറിച്ച് നാം മനസ്സിലാക്കണം. എന്താണ് ഫാത്തിഹ? ഫാത്തിഹയുടെ അർത്ഥങ്ങൾ എന്താണ്? നമുക്ക് ശേഷം സമയമുണ്ടെങ്കിൽ വിവരിക്കാം. ആദ്യം നാം മനസ്സിലാക്കേണ്ടത് ഈ ഫാത്തിഹയുടെ ഫളായിലാണ്. നാം എപ്പോഴും ഇങ്ങനെ ഓതിപ്പോവാറുണ്ട്, നിയമത്തോട് യോജിച്ചും നിയമം തെറ്റിച്ചുകൊണ്ടൊക്കെ സ്പീഡിലും സാവധാനത്തിലുമായിട്ട് നാം ഓതാറുണ്ട്. പക്ഷെ നമുക്കിതിന്റെ മഹത്വം അറിയുമോ? ഈ മഹത്തായ സൂറത്തിന്റെ മഹത്വം നമുക്കറിയുമോ? പ്രിയമുള്ളവരെ, നാം നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബത്തിന് ഈ സൂറത്തിന്റെ മഹത്വം നാം പറഞ്ഞു കൊടുക്കാറുണ്ടോ? നാം പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ? അവരോട് ഫാത്തിഹ സ്ഥിരമാക്കാൻ വേണ്ടി നാം പഠിപ്പിക്കാറുണ്ടോ? ചിന്തിക്കേണ്ട വസ്തുതയല്ലോ ഇത്. പ്രിയമുള്ളവരെ, ആദ്യമായി ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിക്ക് പറഞ്ഞു കൊടുത്തു, നരകത്തിന്റെ 7 കവാടങ്ങൾ ഈ 7 ആയത്തോതുന്ന ആളുടെ മുമ്പിൽ കൊട്ടിയടക്കപ്പെടുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഇബ്ലീസ് പറഞ്ഞു കൊടുക്കുകയാണ്, ചെറിയ ഇബ്ലീസന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മളൊക്കെ പെട്ടുപോയി, വഴിപിഴപ്പിക്കാൻ ഇനി നമുക്ക് ആളുണ്ടാവില്ല. കാരണം പരിശുദ്ധമായ ഈ ആയത്തിനെ, ഈ സൂറത്തിനെ ഓതുന്ന ആൾക്ക് ആളെ വഴിപിഴപ്പിക്കാൻ നമുക്കൊരിക്കലും കഴിയുകയില്ല. അത് അല്ലാഹു വാഗ്ദാനം ചെയ്തതാണ്. അവർക്ക് ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാം. മറ്റൊന്ന്, മരണമല്ലാത്ത മറ്റെല്ലാ അസുഖങ്ങൾക്കുമുള്ള മരുന്നാണ് സൂറത്തുൽ ഫാത്തിഹ. ഇത്തരം ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ചരിത്ര സംഭവത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. മരണമല്ലാത്ത എല്ലാ രോഗത്തിനും സൂറത്തുൽ ഫാത്തിഹ ഷിഫയാകുന്നു എന്ന് ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങളും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. സൂറത്തു ഷിഫാ എന്ന് ഈ സൂറത്തിന് പേര് വരാൻ തന്നെ കാരണം ഇതാണ്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്തുൽ ഫാത്തിഹയെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഹിയ ഷിഫാഉം മിൻ കുല്ലി ദാ, ഈ ഫാത്തിഹത്തുൽ കിതാബ് എല്ലാ അസുഖങ്ങൾക്കുമുള്ള ഷിഫ ആകുന്നു. അതുപോലെ ഫാത്തിഹയുടെ മഹത്വത്തെ കാണിക്കുന്ന, മഹത്വത്തെ മനസ്സിലാക്കി തരുന്ന ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം ഹദീസുകൾ. സമയമില്ലാത്തത് കൊണ്ട് അത്തരം ഹദീസുകളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഏതാനും ചില ഹദീസുകൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്താം. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസ്,
ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫാത്തിഹത്തുൽ കിതാബി തഅദിലു സുലുസൈൽ ഖുർആൻ. ഖുർആനിന്റെ 2/3 ഭാഗത്തിന് സമമാണ് ഒരു ഫാത്തിഹ സൂറത്തോതൽ. ഒരു ഫാത്തിഹ സൂറത്തോതൽ ഖുർആനിനെ 3 ഭാഗമാക്കിയിട്ട് അതിൽ 2 ഭാഗവും ഓതി തീർക്കുന്നതിനോട് സമമാണ്. പ്രിയമുള്ളവരെ, ഗൗരവകരമായി നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് ഉമ്മുൽ കിതാബ്, ഈ കിതാബിന്റെ മുഹിമ്മായ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് മുഫസ്സിരീങ്ങൾ ഈ സൂറത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തിയതും. തഅദിലു സുലുസൈൽ ഖുർആൻ, ഫാത്തിഹ 2/3 ഭാഗത്തോട്, ഖുർആനിലെ 2/3 ഭാഗത്തോട് സമമാണ്. അഥവാ ഫാത്തിഹ ഓതിയാൽ ഖുർആനിൽ 2/3 ഭാഗം ഓതിയതിന് സമമായിരിക്കും. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാൻ, മൻ ഖറഅൽ ഫാത്തിഹത ഫകഅന്നമാ ഖറഅ തൗറാത വൽ ഇൻജീല വസ്സബൂറ വൽ ഫുർഖാൻ. ആരെങ്കിലും ഫാത്തിഹയെ ഓതിയാൽ, ഫാത്തിഹത്തുൽ കിതാബിനെ ഓതിയാൽ അവൻ തൗറാത്തും ഇൻജീലും സബൂറും ഫുർഖാനും ഒക്കെ മുഴുവനായി ഓതിയതുപോലെയാണ്. ഒരു ഫാത്തിഹ ഓതിയാലുള്ള ശ്രേഷ്ഠതയാണ് പറയുന്നത്. ഇതിന് നിബന്ധനകളുണ്ട്. നാം സാധാരണ ഓതുന്നത് പോലെ എന്തെങ്കിലും വാരി വലിച്ച് ഓതുക എന്നുള്ളതല്ല. ഫാത്തിഹയെ അത് ഉൾക്കൊള്ളുന്ന രീതിയിൽ ഖുർആനിന്റെ പാരായണ ശാസ്ത്രത്തിന്റെ ചുവട് വെച്ചുകൊണ്ട് തന്നെ വളരെ വ്യക്തമായ രീതിയിൽ ഫാത്തിഹ ഓതിയാൽ, ആ രീതിയിൽ ഫാത്തിഹയോട് സമീപിച്ചാൽ അത് സബൂറും തൗറാത്തും ഇൻജീലും ഫുർഖാനും മുഴുവനായി ഓതുന്നതിന്റെ സ്ഥാനത്ത് നിൽക്കുമെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, ഇദാ വളഅത ജംബക അലൽ ഫിറാഷ്, നീ ഉറങ്ങാൻ കിടന്നാൽ വഖറഅതൽ ഫാത്തിഹത്തുൽ കിതാബ്, അങ്ങനെ ഫാത്തിഹത്തുൽ കിതാബിനെ, ഫാത്തിഹ സൂറത്തിനെ നീ ഓതുകയും ചെയ്താൽ വഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് അഥവാ ഇഖ്ലാസ് സൂറത്തിനെയും നീ ഓതിയാൽ ഫഖദ് അമിൻത, നീ രക്ഷപ്പെട്ടു. അങ്ങനെ ഓതിയിട്ടാണ് നീ വിരിപ്പിലേക്ക് കിടക്കുന്നത് എങ്കിൽ ഫഖദ് അമിൻത, നീ രക്ഷപ്പെട്ടു. ഇല്ലൽ മൗത്ത്, മരണമല്ലാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും നീ രക്ഷപ്പെട്ടു. ശൈത്താന്റെ ഷർറിൽ നിന്ന്, സിഹറിൽ നിന്ന്, മറ്റു ഉപദ്രവങ്ങളിൽ നിന്ന്, മറ്റു ജീവികളുടെ ഷർറിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ രക്ഷിക്കുമെന്നാണ് അല്ലാഹുവിൻ റസൂൽ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമൂഹത്തെ ബോധിപ്പിച്ചത്. ചുരുക്കത്തിൽ ഇനിയും ധാരാളം ഹദീസുകൾ ഫാത്തിഹയുടെ ശ്രേഷ്ഠതയും ഫാത്തിഹയുടെ പ്രാധാന്യവും അറിയിക്കുന്ന ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ആ വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ചുരുക്കത്തിൽ പ്രിയമുള്ളവരെ, ഖുർആനിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന സൂറത്താണ് ഫാത്തിഹ. ഫാത്തിഹ സൂറത്ത് ദിവസവും ഓതുന്ന ആൾക്ക് അള്ളാഹുവിന്റെ ഷർറിൽ നിന്നുള്ള കാവലുണ്ടാകും. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന് ആകെയുള്ള 7 കവാടങ്ങളും ഫാത്തിഹ ഓതുന്ന ആളുടെ മുമ്പിൽ കൊട്ടിയടക്കപ്പെടുന്നതാണ്. മാത്രമല്ല ഹിസാബില്ലാതെ, വിചാരണയില്ലാതെ, മറ്റ് അദാബുകളൊന്നുമില്ലാതെ നേരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഫാത്തിഹ സൂറത്ത് ഓതുന്നവൻക്ക് സാധിക്കുന്നതാണ്. അതുപോലെ ധാരാളം എല്ലാ രോഗത്തിനും മരണമല്ലാത്ത എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ, എന്തൊക്കെ പ്രയാസങ്ങൾ ഒരാൾക്കുണ്ടോ അതിനൊക്കെയുള്ള മരുന്നാണ് ഫാത്തിഹത്തുൽ കിതാബ്. പുന്നാര നബി പഠിപ്പിച്ചതാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറയാത്ത പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഫാത്തിഹയെ ദായിമാക്കുക, ഫാത്തിഹയെ സ്ഥിരമായി ചൊല്ലുക. നമുക്കറിയാം, സാധാരണ തരീഖത്തിന്റെ മശായിഖന്മാരൊക്കെ മുരീദന്മാരോട് ആദ്യഘട്ടത്തിലൊക്കെ നിർദ്ദേശിക്കാറുള്ളത് ദായിമായി ഫാത്തിഹയെ ദായിമാക്കിക്കൊള്ളാനാണ്. ഫാത്തിഹ അത് ഈമാനെ കാക്കുമെന്ന് മശായിഖന്മാരുടെയൊക്കെ കൗലുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ഫാത്തിഹകൾ ഓതുക, നമ്മുടെ ഈമാൻ സലാമത്തായി കിട്ടും. നാം അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഒരു പരിഹാരമായി കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഫാത്തിഹക്ക് ഇത്രമാത്രം ശ്രേഷ്ഠത കൊടുത്ത, ഇത്രമാത്രം ഫാത്തിഹക്ക് അളമത്ത് കൊടുത്ത കാര്യം എന്താണ്? ഇതും നാം പരിശോധിക്കേണ്ടത് തന്നെയല്ലേ? എന്തുകൊണ്ടാണ് ഫാത്തിഹക്ക് ഇത്രമാത്രം പ്രാധാന്യമുള്ളത്? നമുക്കറിയാം, ഫാത്തിഹയുടെ അന്തരാർത്ഥങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ
ഫാത്തിഹ ഉൾക്കൊള്ളുന്ന അർത്ഥവും വ്യാഖ്യാനവും മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഏതൊരാൾക്കും വ്യക്തമാകുന്ന കാര്യമാണ് ഫാത്തിഹ ഉൾക്കൊള്ളുന്നത് മഹത്തായ ഒരു ജീവിത ശൈലിയും അതുപോലെ തന്നെ ഒരു മഹത്തായ ഒരു വിശ്വാസധാരയും മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഏത് രീതിയിലാണ് മുഅ്മിനായ മനുഷ്യന് ദുആ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു രൂപവുമാണ് സമൂഹത്തെ ഫാത്തിഹ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഫാത്തിഹയുടെ ആദ്യത്തെ ആയത്ത് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫാത്തിഹ മുഴുവൻ നോക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് എല്ലാം സമർപ്പിക്കലാണ്. എല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ മുഴുവൻ സമർപ്പിച്ചിട്ട് അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവേ, ഞാനൊന്നുമല്ല പടച്ച തമ്പുരാനെ, നിന്റെ കാവലല്ലാതെ, നീ എന്തെങ്കിലും ചെയ്തു തന്നാൽ അതല്ലാതെ മറ്റൊന്നും എനിക്കില്ല തമ്പുരാനെ, നീ എനിക്ക് റഹ്മത്ത് ചെയ്യണേ തമ്പുരാനെ, നേരായ മാർഗത്തിൽ അള്ളാഹുവെ നിന്റെ പ്രവാചകന്മാരും അവിടുത്തെ സച്ചരിതരായ അനുയായികളും നടന്നു നീങ്ങിയ ആ പാരമ്പര്യത്തിന്റെ പൈതൃകത്തിന്റെ വഴിയിൽ അള്ളാഹുവെ എന്നെ നീ നിലയുറപ്പിക്കണമേ. ഈ രീതിയിലുള്ള എല്ലാം അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ദുആ ആണ് യഥാർത്ഥത്തിൽ ഫാത്തിഹ. ഒരു മുഅ്മിനായ മനുഷ്യന് ഏറ്റവും പ്രധാനമായും ഉണ്ടാകേണ്ട എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. നമുക്കറിയാം, ആദ്യത്തെ ആയത്ത് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, ഇന്നലെ വളരെ വിശദമായി ബിസ്മിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്നലെ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, എല്ലാം അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നാമം കൊണ്ട് നാം തുടങ്ങുകയാണ്. ഖുർആനിന്റെ ഫാത്തിഹയുടെ ആദ്യത്തെ ആയത്ത് തന്നെ അള്ളാഹുവിന്റെ നാമം കൊണ്ട്, എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് അവന്റെ നാമം കൊണ്ട് ആരംഭിക്കുന്നു. രണ്ടാമത്തെ ആയത്ത് നോക്കൂ നിങ്ങൾ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവിനെ വേണ്ടുവോളം സ്തുതിക്കുക, വേണ്ടുവോളം അള്ളാഹുവിനെ പ്രകീർത്തിക്കുക. ഇതാണ് രണ്ടാമത്തെ ആയത്ത്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അള്ളാഹുവേ, നീ ലോകത്തിന്റെ രക്ഷിതാവാണ്. ഈ ലോകം മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, ലോകത്ത് ഏത് സംഗതികളും അതെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് നീയാണ്. ഒരു ചെറിയ ഉറുമ്പിന്റെ ചലനം പോലും നിയന്ത്രിക്കുന്നത് നീയാണ്. നിന്റെ നിയന്ത്രണമില്ലാതെ ലോകത്തൊന്നും സംഭവിക്കുന്നില്ല. അള്ളാഹുവേ, നിന്റെ മുമ്പിൽ ഞാനെത്ര നിസാരൻ, നിനക്കാണ് എല്ലാ സ്തുതിയും എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ വേണ്ടുവോളം പുകഴ്ത്തുകയാണ് രണ്ടാമത്തെ ആയത്തിലുള്ളത്. പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, ദുആഇന്റെ ആദാബ് അള്ളാഹുവിന്റെ റസൂൽ നമ്മോട് പഠിപ്പിച്ച കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട അദബാണ്. ദുആക്ക് ഇജാബത്ത് ലഭിക്കാൻ വളരെ പ്രധാനപ്പെട്ട അദബാണ് ആദ്യം ബിസ്മി കൊണ്ട് തുടങ്ങുക, പിന്നെ ശേഷം ഹംദ് ചെല്ലുക എന്നുള്ളത്, അള്ളാഹുവിനെ ഹംദ് ചെയ്യുക എന്നുള്ളത്. ഈ രണ്ട് കാര്യവും ഇവിടെ ഫാത്തിഹയുടെ ആദ്യത്തിൽ തന്നെ പൂർത്തിയാകുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഫാത്തിഹ എന്നുള്ളത് മുഴുവനായിട്ടും ഒരു ദുആ ആണ്. എല്ലാം അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ദുആ ആണ്. ആദ്യം അള്ളാഹുവിന്റെ പേര് കൊണ്ട് തുടങ്ങി, ദുആഇന്റെ ആദാബ് റസൂൽ പഠിപ്പിച്ച രീതിയിൽ തന്നെ. ശേഷം ഹംദിനെ കൊണ്ടുവന്നു, അള്ളാഹുവിനെ ഹംദ് ചെയ്തു. പിന്നെ അള്ളാഹുവിനെ ഹംദ് ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ വർണ്ണിക്കുകയാണ്, അർ റഹ്മാനിർ റഹീം. അള്ളാഹുവേ, നീ എത്ര കാരുണ്യവാനാണ്, നിന്നെപ്പോലെ കരുണ ചെയ്യുന്നവൻ മറ്റാരുമില്ല തമ്പുരാനെ. ഇതിനൊരു മറുവശമുണ്ട്, ഇതിനൊരു ആന്തരിക അർത്ഥമുണ്ട്. നീ വളരെ അധികം ദയ ചെയ്യുന്നവനും കരുണ ചെയ്യുന്നവനുമാണ് അള്ളാഹുവെ, അതുകൊണ്ട് എനിക്കും നീ കരുണ ചെയ്യണമേ. റഹ്മാൻ റഹീം എന്നുള്ളത് അള്ളാഹുവിനെ പ്രകീർത്തിക്കുവാൻ വേണ്ടി, വിശേഷണം പറയുവാൻ വേണ്ടി കൊണ്ടുവന്ന രണ്ട് സിഫത്തുകളാണെങ്കിലും അതിന്റെ ഉള്ളിലുള്ള അർത്ഥം നീ റഹ്മാനും റഹീമുമാണ് എന്ന് വിളിച്ചു പറയുന്നതിലൂടെ നാം ചെയ്യുന്നത്, റഹ്മാനും റഹീമുമായ തമ്പുരാനെ എനിക്കും നീ റഹ്മത്ത് ചെയ്യണമേ എന്ന്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമുക്ക് റഹ്മത്തല്ലാതെ മറ്റെന്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്? അള്ളാഹുവിന്റെ റഹ്മത്തല്ലേ ഒരു മുഅ്മിന് വേണ്ടത്? റഹ്മത്തുണ്ടായാലേ മറ്റെന്തും ഉണ്ടാകൂ. നിങ്ങൾ ആലോചിച്ചു നോക്കി, ഒരു മുഅ്മിനായ മനുഷ്യന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സംഗതി എന്താ? ചെയ്തു പോയ ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കണം, എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കണം, എന്നിട്ട് സ്വർഗത്തിലേക്ക് അങ്ങ് പ്രവേശിപ്പിക്കണം. ഇതാണല്ലോ അത്യന്തികമായിട്ട് ഏതൊരു മുഅ്മിനും ഉണ്ടായിരിക്കേണ്ട ആഗ്രഹവും. ഒരു മുഅ്മിന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സൗഭാഗ്യവും ഇത് തന്നെയാണല്ലോ. എന്നാൽ ഇങ്ങനെ ഒരു മഗ്ഫിറത്ത് എന്നുള്ളത് അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടെങ്കിലേ മഗ്ഫിറത്ത് ഉണ്ടാകൂ. നമുക്കറിയാം, അതുകൊണ്ട് തന്നെയാണ്
റമളാനിലെ ആദ്യത്തെ 10 നമുക്കറിയാം. റമളാനിലെ ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10 രണ്ടാമത്തേത് മഗ്ഫിറത്തിന്റെ 10 എന്ന് പണ്ഡിതന്മാർ വിവരിച്ചത്. ആദ്യം റഹ്മത്ത് കിട്ടണം, അതിന് ശേഷമേ മഗ്ഫിറത്ത് ലഭിക്കൂ. കാരണം എന്താണ് റഹ്മത്ത് എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കും. അർ റഹ്മത്തു ഇൻ ഇതാഫുൻ യഖ്തലിൽ മഗ്ഫിറത വൽ ഇഹ്സാന. ഇഹ്സാൻ അതുപോലെ തന്നെ മഗ്ഫിറത്ത്, ഈ രണ്ട് കാര്യങ്ങളിലേക്കും എത്തിക്കുന്ന ഒരു കാര്യമാണ് റഹ്മത്ത് എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ റഹ്മത്തിന് വിശദീകരിക്കുന്നു. അപ്പൊ ഈ രണ്ട് സംഗതികളും ഉണ്ടാകണമെങ്കിൽ മഗ്ഫിറത്തും ഇഹ്സാനും അള്ളാഹു പുറത്തു തരുകയും നന്മ ചെയ്ത് തരുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം അള്ളാഹുവിന്റെ റഹ്മത്ത് വേണം. അത് വളരെ വ്യക്തമാണല്ലോ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. റസൂലിനടക്കം അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടെങ്കിലേ രക്ഷപ്പെടൂ എന്ന് പുന്നാർ നബി നമ്മെ പഠിപ്പിച്ചില്ലേ? പ്രിയമുള്ളവരെ, വളരെ വ്യക്തമായിക്കൊണ്ട് പുന്നാർ നബി നമ്മെ പഠിപ്പിച്ചു, അള്ളാഹുവിന്റെ റഹ്മത്തില്ലെങ്കിൽ എനിക്കൊന്നും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല, ആർക്കും ലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ലൻ യൻജു അഹദുക്കും ബിഅമലിഹി, ആർക്കും അവന്റെ അമല് കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. കുറെ അമല് ചെയ്ത്, ഒരുപാട് നിസ്കരിച്ച്, ഒരുപാട് നോമ്പ് നോറ്റ്, ഒരുപാട് ഖുർആൻ പാരായണം ചെയ്ത്, ഇതുകൊണ്ടൊന്നും ഒരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ അതൊരു മിഥ്യാധാരണയാണ്. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആരും വിചാരിക്കണ്ട. നിങ്ങളുടെ അമൽ കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട. ഇത് കേട്ടപ്പോ അള്ളാഹുവിന്റെ റസൂലിനോട് അവിടുത്തെ സഹാബാക്കൾ ചോദിച്ചു, വലാ അന്ത യാ റസൂലല്ലാഹ്, റസൂലെ അങ്ങോട്ട് രക്ഷപ്പെടൂലേ? നിങ്ങളും കുറെ അമലുകൾ ഇബാദത്തുകൾ ചെയ്ത് കാലിൽ നീര് വരുന്നത് വരെ നിന്ന് നിസ്കരിച്ചിട്ടും നിങ്ങളും അള്ളാഹുവിന്റെ റഹ്മത്തില്ലാതെ രക്ഷപ്പെടൂലേ? നിങ്ങളും രക്ഷപ്പെടുകയില്ലേ? അമലുകൊണ്ട് നിങ്ങളും രക്ഷപ്പെടുകയില്ലേ? ഇത് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പ്രതിവചിച്ചു, വലാ അനാ, ഞാനും രക്ഷപ്പെടുകയില്ല, എന്റെ അമലുകൊണ്ട് ഞാനും രക്ഷപ്പെടുകയില്ല. ഇല്ലാ അൻ യതഗമ്മദിനി അല്ലാഹു ബിറഹ്മതി, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ അവന്റെ റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞാലല്ലാതെ ഞാനും രക്ഷപ്പെടുകയില്ല എന്ന് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, അപ്പൊ ഒരു മുഅ്മിനായ മനുഷ്യന് ഭൂമി ലോകത്ത് വെച്ച് ലഭിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റഹ്മത്ത്, അള്ളാഹുവിന്റെ കാരുണ്യം എന്നുള്ളത്. അതാണ് ഫാത്തിഹയിൽ ആദ്യമായി തന്നെ ചോദിക്കുന്നത്. ഹംദ് ചെയ്തതിന് ശേഷം അള്ളാഹുവിനെ പുകഴ്ത്തുന്നു, അർ റഹ്മാനി റഹീം, റഹ്മാനും റഹീമുമായ തമ്പുരാനെ, അഥവാ റഹ്മാനും റഹീമുമായ തമ്പുരാനെ, എനിക്ക് നീ റഹ്മത്ത് ചെയ്യണമേ, എനിക്ക് നീ കരുണ ചെയ്യണമേ. പിന്നെ തൊട്ടടുത്ത ആയത്തിൽ മാലികി യൗമിദ്ദീൻ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മാലികി യൗമിദ്ദീൻ, അന്ത്യനാളിന്റെ ഉടമസ്ഥനായ, വീണ്ടും അള്ളാഹുവിനെ പുകഴ്ത്തുക തന്നെയാണ്. എങ്ങനത്തെ ഈ അള്ളാഹു, ഏത് രീതിയിലുള്ള അള്ളാഹുവിനാണ് ഈ ഹംദ് ചെയ്യുന്നത്? മാലികി യൗമിദ്ദീൻ, അന്ത്യനാളിന്റെ ഉടമസ്ഥനായ അള്ളാഹു, അന്ത്യനാളിന്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ പുകഴ്ത്തുന്നതിലൂടെ ഈ അടിമ ചെയ്യുന്നത്, അള്ളാഹുവേ, അന്ത്യനാളിന്റെ മുഴുവൻ കാര്യവും നിന്റെ കയ്യിലാണ് തമ്പുരാനെ, നീ എന്നെ സംരക്ഷിച്ചാലല്ലാതെ അന്ത്യനാളിൽ ഞാൻ രക്ഷപ്പെടുകയില്ല. ആരുടെ റെക്കമെൻഡും സ്വീകരിക്കാത്ത സമയം, സമ്പത്തുകളോ അതുപോലെ തന്നെ അമലുകളോ ഒന്നും സ്വീകരിക്കപ്പെടാത്ത ഒരു ഭയങ്കര സമയം, അള്ളാഹുവേ, നീയാണ് ആ ദിവസത്തിന്റെ മാലിക് യൗമിദ്ദീൻ, ആ ദിവസത്തിന്റെ അധികാരം നിനക്കാണ് തമ്പുരാനെ. അതുകൊണ്ട് ആ ദിവസത്തിൽ, ആ കാലത്ത്, അന്ത്യനാളിൽ എന്നെ നീ രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ. ഇതാണ് തൊട്ടടുത്ത ആയത്തിലുള്ളത്. പ്രിയമുള്ളവരെ, ഇതും നാം ചോദിക്കേണ്ടതല്ലേ? നമുക്ക് എന്തുറപ്പാണുള്ളത്? ഒരുപാട് നിസ്കരിച്ചിട്ടും നോമ്പ് നോറ്റിട്ടും അതല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്തിട്ടും മറ്റു അമലുകൾ ചെയ്തിട്ടുമൊക്കെ നമുക്ക് എന്തുറപ്പുണ്ട് ഇതൊക്കെ ഖാലിസൻ ലിവജ്ഹിക്കൽ കരീം ആയിട്ടുണ്ടോ? ഇതൊക്കെ അള്ളാഹുവിന് വേണ്ടി മാത്രം, അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിട്ട് ഇത് മാറിയിട്ടുണ്ടോ? എന്നാലല്ലേ ഇതൊക്കെ സ്വീകരിക്കുകയുള്ളൂ. അള്ളാഹു നാം ചെയ്യുന്ന അമലുകളൊക്കെ സ്വീകരിക്കട്ടെ. അള്ളാഹു അതിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റഹ്മത്താണ് പ്രധാനം. അങ്ങനെ അള്ളാഹുവിന്റെ ആ മുൽക്ക് ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹു ആഖിറത്തിൽ നമ്മെ രക്ഷിക്കണം. ഇതല്ലേ നാം ചോദിക്കേണ്ടത്? ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ
ഇതുവരെയുള്ള ഫാത്തിഹയുടെ ഭാഗങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊരു ഇഅ്തിഖാദുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. ആരാണ് അല്ലാഹു? അല്ലാഹു റഹ്മാനാണ്, അല്ലാഹു റഹീമാണ്, അല്ലാഹു മാലിക് യൗമിദ്ദീനാണ്. ഇതൊക്കെ ഈ അടിമ വിശ്വസിക്കുകയാണ്. എന്റെ വിശ്വാസം പടച്ച തമ്പുരാനെ ഇവിടെ ക്ലിയർ ആയിരിക്കുന്നു. എന്റെ വിശ്വാസം, ഞാൻ വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങൾ ഇവിടെ ഇതാ ശരിയായിരിക്കുന്നു. എന്നിട്ട് ശേഷം ഈ അടിമ അള്ളാഹുവിനോട് പറയുന്നു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം ചോദിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവേ, നീയല്ലാതെ മറ്റൊരു സഹായം ഞങ്ങൾക്കില്ല. നിന്നോടല്ലാതെ നിന്റെ മുമ്പിലല്ലാതെ മറ്റൊരാളുടെ മുമ്പിൽ ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് ആരുമില്ല. പ്രിയമുള്ളവരെ, ഇതിലൂടെ ഈ അടിമ സമ്മതിക്കുന്നത്, എന്റെ അമലുകൾ ഇതാ ഞാൻ ശരിയാക്കിയിരിക്കുന്നു, എല്ലാം നിനക്ക് വേണ്ടി. എന്റെ അമലുകളൊക്കെ നിന്റെ വജ്ഹുദ്ദേശിച്ചുകൊണ്ട് നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു, നിനക്ക് വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യുന്നു. ഈ രണ്ട് ഭാഗങ്ങളിലൂടെയും അടിമ സമ്മതിക്കുന്നത് തന്റെ അമലുകൾ പൂർണ്ണമായും ഭദ്രമാണ് എന്നാണ്. ആദ്യം അടിമ സമ്മതിച്ചു, എന്റെ വിശ്വാസം ക്ലിയർ ആയിരിക്കുന്നു, ഞാൻ നിന്നെ പരിപൂർണമായി അംഗീകരിച്ചിരിക്കുന്നു. അള്ളാഹുവേ, നീ റഹ്മാനാണ്, റഹീമാണ്, മാലിക് യൗമിദ്ദീനാണ്, എല്ലാം നിന്റെ കയ്യിൽ ഭദ്രമാണ്. പടച്ചവനെ ഞാൻ വിശ്വസിച്ചു. മാത്രമല്ല, എന്റെ വിശ്വാസം ഞാൻ ശരിയാക്കുക മാത്രമല്ല ചെയ്തത്, എന്റെ അമലുകൾ ഇതാ ഞാൻ ശരിയാക്കുന്നു. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം നാം ഇതാ ആരാധിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഇതാ സഹായം ചോദിക്കുന്നു. എന്റെ അമലുകളും ഭദ്രമാണ് തമ്പുരാനെ എന്ന് ഈ അടിമ അള്ളാഹുവിന്റെ മുമ്പിൽ സമ്മതിക്കുകയാണ് ഈ രണ്ട് ആയത്തിലൂടെ. എന്നിട്ട് അടിമ മഹത്തായ ഒരു ദുആ, മഹത്തായ ഒരു ആവശ്യം അള്ളാഹുവിന്റെ മുമ്പിൽ വെക്കുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. പ്രിയമുള്ളവരെ, എന്താണ് ഈ അടിമയുടെ ആവശ്യം? പടച്ചവനെ, എനിക്ക് ഏറ്റവും മഹത്തായ ഒരു ആവശ്യമുണ്ട് നിന്റെ മുമ്പിൽ വെക്കാൻ. ഞാൻ നിന്നോട് ചോദിക്കാൻ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ ഋജുവായ പാതയിലൂടെ പടച്ചവനെ എന്നെ നീ വഴി നടത്തണം. എന്റെ ആവശ്യം ഇത് മാത്രമാണ്. ഋജുവായ മാർഗത്തിലൂടെ എന്നെ നീ വഴി നടത്തണം. ആ മാർഗം ഏതാണ്? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ ഔദാര്യം ചെയ്തു കൊടുത്ത, നീ നിഅമത്തുകൾ ചെയ്തു കൊടുത്ത സഹാബത്തിന്റെയും അംബിയാഇന്റെയും ഔലിയാഇന്റെയും മാർഗമാണ്. അഥവാ മുസ്ലിം സമൂഹത്തിന്റെ പൈതൃകത്തിലും പാരമ്പര്യത്തിലും പടച്ച തമ്പുരാനെ നീ എന്നെ നിലനിർത്തണം. ഇതാണ് ആ ദുആഇന്റെ അർത്ഥം. അള്ളാഹുവിനെ സ്തുതിച്ച്, അള്ളാഹുവിന്റെ മുമ്പിൽ തന്റെ വിശ്വാസം ഭദ്രമാണെന്ന് സമർത്ഥിച്ച്, അള്ളാഹുവിന്റെ മുമ്പിൽ തന്റെ അമലുകളൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്ത് അവസാനമായിട്ട് ഈ അടിമ തേടുകയാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, പാരമ്പര്യത്തിന്റെ മാർഗത്തിൽ. അള്ളാഹുവേ, ഇസ്ലാമിന്റെ പാരമ്പര്യത്തിന്റെ മാർഗത്തിൽ എന്നെ നീ വഴി നടത്തണമേ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, അള്ളാഹുവേ, നീ കോപിച്ച ആളുകളുടെ കൂട്ടത്തിൽ എന്നെ നീ പെടുത്തരുത്. വലദ്ദാല്ലീൻ, നീ വഴികേടിലാക്കിയവരുടെ കൂട്ടത്തിലും നീ പെടുത്തരുത്. അഥവാ ജൂതന്മാരുടെയോ നസാറാക്കളുടെയോ മറ്റു കുഫാറിന്റെയോ കെണിവലയിൽ നീ എന്നെ പെടുത്തരുത്. തൗഹീദിന്റെ മാർഗത്തിൽ അള്ളാഹുവെ, നീ എന്നെ അടിയുറപ്പിക്കണം. അംബിയാഇന്റെയും ഔലിയാഇന്റെയും സലഫു സ്വാലിഹീങ്ങളുടെയും മാർഗത്തിൽ എന്നെ നീ നിലയുറപ്പിക്കണമേ എന്നാണ് ഫാത്തിഹയുടെ അവസാനമാകുമ്പോഴേക്ക് ഈ അടിമ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കുക, മഹത്തായ ഒരു ആവശ്യമാണ് ഫാത്തിഹയിലൂടെ നാം നിർവഹിക്കാനുള്ളത്. അധികമൊന്നും സമയമെടുക്കുകയോ അധികം മെനക്കെടുകൾ ഉണ്ടാവുകയൊന്നും വേണ്ടല്ലോ. ഒരു 1-2 മിനിറ്റിന്റെ ഉള്ളിൽ ഒരു ഫാത്തിഹ ശരിക്കും ഓതി തീർക്കാൻ നമുക്ക് സാധിക്കും. 1 മിനിറ്റ് മതി ഒരു ഫാത്തിഹ ശരിക്കോതാൻ, ഒരൊറ്റ മിനിറ്റ്. നാം ജോലി തിരക്കുള്ളവരായിരിക്കാം, അതല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും വിഷയങ്ങളിൽ ഇടപെടുന്ന ആളുകളായിരിക്കാം. എന്തായാലും നമ്മുടെ നാവുകളിൽ ഫാത്തിഹ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ നമ്മുടെ ദുന്യാവും രക്ഷപ്പെടും, ആഖിറവും രക്ഷപ്പെടും. ഈ മഹത്തായ സൂറത്തിനെ അർത്ഥം അറിഞ്ഞുകൊണ്ട് മനസ്സിൽ
മനസ്സിൽ ഗ്രാഹ്യമാക്കിക്കൊണ്ട് ഈ സൂറത്തിനെ നിത്യമായും ഓതുക. നിത്യമായും ഒരുപാട് തവണ, നമുക്ക് എത്ര തവണ ഓതാൻ സാധിക്കുമോ, എത്ര തവണ നമുക്ക് ഫാത്തിഹ ഓതാൻ സാധിക്കുമോ അത്രയും തവണ നാം ഫാത്തിഹ ഓതിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മുടെ വിഷയങ്ങളിലൊക്കെ അള്ളാഹു ഒരു സഹായിയാകും. കാരണം ഫാത്തിഹയിൽ അതാണല്ലോ, അള്ളാഹുവേ നീയല്ലാതെ, നിന്റെ സഹായമല്ലാതെ, നിന്റെ കരുണയല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ മുമ്പിലില്ല തമ്പുരാനെ, നീ എല്ലാത്തിനും മാർഗമാകണേ തമ്പുരാനെ. ഈ ചോദ്യമാണല്ലോ ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു ദുആ ആയിട്ട് അള്ളാഹു പരിഗണിക്കുകയും മാത്രമല്ല, ഇത് ഖുർആനിലെ ഒരു വചനമായ ഒരു ദുആ, ഖുർആനിലെ ഒരു സൂറത്ത്, അത് ഒരു ദുആ ആയിട്ട് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാത്തിഹ നിത്യമായി ഓതുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന മുത്തഖീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫാത്തിഹ കൊണ്ട് ജീവിക്കുവാനും ഫാത്തിഹയിലൂടെ വിജയം കൈവരിക്കുവാനും പരിശുദ്ധമായ ഖുർആൻ വഴി നടത്തുന്ന രീതിയിലൂടെ നടക്കുവാനും സലഫുസ്വാലിഹീങ്ങളും അംബിയാക്കളും മഹാന്മാരായ അഇമ്മത്തും കാണിച്ചു തന്ന മഹത്തായ ഒരു പൈതൃകത്തിലൂടെ നടന്നു നീങ്ങുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മുടെ അയൽവാസികൾ, നമ്മെ സ്നേഹിച്ചവർ, നമുക്ക് സഹായങ്ങൾ എത്തിച്ചു തന്നവർ, അല്ലാഹുവേ പടച്ച തമ്പുരാനെ നീ എല്ലാവർക്കും പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ആരെങ്കിലും മരണപ്പെട്ടു പോയ ആരെങ്കിലും ഈ സമയത്ത് വല്ല അദാബിലുമാണെങ്കിൽ റഹ്മാനെ, അല്ലാഹുവേ നിന്റെ മഗ്ഫിറത്ത് വിശാലമാണല്ലോ തമ്പുരാനെ. ഞങ്ങൾ ഈ നടത്തുന്ന സേവനത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ദീൻ പഠിക്കുവാനും പഠിപ്പിക്കുവാനുമുള്ള ഞങ്ങളുടെ ഈ ഉത്സാഹത്തിന്റെ ബർക്കത്ത് കൊണ്ട് റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളുടെ മാതാപിതാക്കളെയും ഉസ്താദുമാരെയും മറ്റ് ബന്ധു മിത്രാദികളെയും എല്ലാം നീ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് ഖബറിലെ അദാബിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗീയ അവകാശികളിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ മഹാന്മാരായ നേതാക്കന്മാർ പല ആളുകളും അല്ലാഹുവേ ഇന്ന് നിന്റെ അടുക്കലാണ് തമ്പുരാനെ. കേരളത്തിലെ മഹത്തായ പൈതൃകം അത് കാത്തു സൂക്ഷിക്കുവാനും ഈ മഹത്തായ പൈതൃകത്തിന് കീഴിൽ ജനങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടുവാനും ത്യാഗം ചെയ്ത് കണ്ണുനീർ കുടിച്ച ഒരുപാട് നേതാക്കന്മാർ ഞങ്ങൾക്കുണ്ട് തമ്പുരാനെ. പടച്ചവനെ, അവരൊക്കെ ദീനിന്റെ മഹത്തായ പൈതൃകത്തെ ഇവിടെ വിരിച്ചു തന്നു. ഞങ്ങൾക്കൊക്കെ സുഖമായി അതിലിരുന്നാൽ മതി തമ്പുരാനെ. ഇനിയൊരു പൈതൃകത്തെ സമൂഹത്തിൽ സൃഷ്ടിച്ചു കൊടുക്കേണ്ട ആവശ്യകത ഞങ്ങൾക്കില്ല റഹ്മാനെ. പടച്ചവനെ, ഈ രീതിയിൽ ഈ സമൂഹത്തെ എത്തിച്ച ബഹുമാനപ്പെട്ട ഞങ്ങളുടെ നേതാക്കന്മാർ അല്ലാഹുവേ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. എല്ലാവർക്കും അവർ ചെയ്തതിന്റെ പ്രതിഫലം ഈ സമയത്ത് തന്നെ അല്ലാഹുവേ, ഈ സമയത്ത് തന്നെ ഒരു സുഹൃതമായി അവർക്ക് എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന സയ്യിദന്മാർ, ബഹുമാനപ്പെട്ട പാണക്കാട് പൂക്കോയത്തങ്ങളെ പോലത്തെ, ബഹുമാനപ്പെട്ട ബാഫക്കിത്തങ്ങളെ പോലത്തെ, ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങൾ, ഇവരുടെയൊക്കെ തണലിലാണ് മുസ്ലിം സമൂഹം ഇതുവരെ കഴിഞ്ഞുകൂടിയിരുന്നത് തമ്പുരാനെ. പടച്ചവരെ, ആ സയ്യിദന്മാരുടെ നേതൃത്വം അവരുടെ പാരമ്പര്യത്തിനും അവരുടെ പൈതൃകത്തിനും നിരക്കുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട അവരുടെ ശേഷമുള്ള സയ്യിദന്മാരിലൂടെ ഞങ്ങളിൽ എത്തിക്കണേ തമ്പുരാനെ. അവരുടെ നേതൃത്വത്തിന് കീഴിൽ ജീവിക്കുവാൻ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെയും ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെയും അംഗീകരിക്കുന്ന, ബഹുമാനപ്പെട്ട റഈസുൽ ഉലമയെയും സൈനുൽ ഉലമയെയും അംഗീകരിക്കുന്ന പാരമ്പര്യത്തിന്റെ പൈതൃകത്തിന്റെ ആളുകളായി അല്ലാഹുവെ ഞങ്ങളെ നീ വഴി നടത്തണമേ തമ്പുരാനെ. ശംസുൽ ഉലമയെയും കണ്ണിയത്ത് ഉസ്താദിനെയും കുറ്റം പറയുകയും തെറി പറയുകയും സമസ്തയെ നിന്ദിക്കുകയും ചെയ്യുന്നവരിൽ അല്ലാഹുവെ ഞങ്ങളെ പെടുത്തല്ല തമ്പുരാനെ. പടച്ചവനെ, അത്തരത്തിലുള്ള ആളുകൾക്ക് സത്യം മനസ്സിലാക്കുവാനും അവരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് സമൂഹത്തിന് രക്ഷ നേടുവാനും അല്ലാഹുവെ നീ തുണയാകണേ തമ്പുരാനെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.